ഈ കഴിഞ്ഞ സീസ് ഫയർ എന്ന് പറഞ്ഞ ഇത്രയും ദിവസം കൊണ്ട് അവർ ചുമ്മാതിരിക്കുമായിരുന്നില്ല നിഷാദെ. അവർ തീർച്ചയായിട്ടും ടോട്ടൽ പർച്ചേസാണ് അവർ ചൈന സപ്ലൈ ചെയ്തിരിക്കുന്ന, റഷ്യ സപ്ലൈ ചെയ്തിരിക്കുന്നത്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ചൈന സൈലന്റ് പ്ലെയർ ആണ്. ഞാൻ എല്ലായ്പ്പോഴും പറയുന്നത് പോലെ ഇതുകൊണ്ട് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടിയിരിക്കുന്നതും അതും മോർ പവർഫുൾ ആയി വരുന്നതും ചൈന തന്നെയാണ്. അതിനകത്തൊരു സംശയവുമില്ല. പിന്നെ ഈ ഇസ്രയേൽ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് എന്താ അറിയുമോ? എങ്ങനെയും റഷ്യയെ ഇതിനകത്തോട്ട് ഉൾപ്പെടുത്തുക, എങ്ങനെയെങ്കിലും റഷ്യയെ ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യുക. എന്താണ് കാരണം? റഷ്യ ഇതിനകത്തോട്ട് വന്നു കഴിഞ്ഞാൽ നേറ്റോ പവർ ഓപ്പോസിറ്റ് സൈഡിലോട്ട് വരും. അത്ര പവർ ഇല്ലെങ്കിൽ പോലും നേറ്റോ ഓപ്പോസിറ്റിലോട്ട് വന്നേ പറ്റുള്ളൂ റഷ്യ ഡയറക്റ്റ് ഇൻവോൾവ് ആയി കഴിഞ്ഞാൽ. ആ ഒരു ആംഗിളിൽ നമ്മൾ കാണുവാണെന്നുണ്ടെങ്കിൽ ഇത് അതിസങ്കീർണമായിട്ടുള്ള ഒരു യുദ്ധമായി തീരും. അപ്പോഴും ചൈന അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു യുദ്ധത്തിൽ വാർഷിപ്പുകൾ പോവുക എന്നുള്ളതല്ലാതെ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇമേജും പോവുകയാണ്. അവരുടെ വേൾഡ് സിനാരിയോയിൽ അല്ലെങ്കിൽ ലോകത്തിലുള്ള അമേരിക്കൻ ആർമിയുടെ ഇമേജും ഡൗൺ ആവുകയാണ് ഈ കാര്യത്തിലൂടെ. അത് നമ്മൾ ഒരിക്കലും മറന്നുകൂടാ. ഇസ്രയേലിന്റെ അയൺഡോമിന്റെ സിറ്റുവേഷൻ നമ്മൾ കണ്ടതാണ്. ഇതൊരു ഫസാഡ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ട് ഞങ്ങളാണ് ലോകത്തിലെ 1-ാം നമ്പർ എന്ന് പറഞ്ഞിട്ട് വളരെ സൈലന്റ് ആയിട്ട് ഒന്നും ചെയ്യാതെ മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ടുപോയി എന്ന് പറഞ്ഞ പോലെ യാതൊരു പണിയും ചെയ്യാതെ ഏറ്റവും അധികം ബെനിഫിറ്റ് ആയിട്ട് ലോകത്തിലെ 1-ാം നമ്പർ ശക്തിയായി ചൈന വന്നിരിക്കുന്നു. അതാണ് ഈ ഒരു ഡിപ്ലോയ്മെന്റ് വഴി ഉള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ആ ഡിപ്ലോയ്മെന്റ് വഴിയുള്ള ഈ അഡ്വാൻറ്റേജിൽ ചൈന നമ്പർ 1 ആയി. അതുപോലെ തന്നെ നമ്മളുടെ അയൽരാജ്യമായിട്ടുള്ള പാകിസ്ഥാൻ ഇനിഷ്യേറ്റീവ് എടുത്തു. ഓഫ് കോഴ്സ് ട്രൈലാറ്ററൽ ടോക്ക് ആണല്ലോ നടക്കുന്നത്, ബൈലാറ്ററൽ അല്ല ഓൾവേസ്. ഇതൊരു ട്രൈലാറ്ററലാണ്. കാര്യം ഇറാന് പറയാനുള്ളതെല്ലാം പാകിസ്ഥാനോട് പറയും, പാകിസ്ഥാൻ അത് പാകിസ്ഥാന്റെ രീതിയിൽ ഡ്രാഫ്റ്റ് ചെയ്തിട്ട് US പറയും, US അവിടുന്ന് എഗ്രി ചെയ്യും അല്ലെങ്കിൽ നോൺ എഗ്രി ചെയ്ത് തിരിച്ചു വരും, വീണ്ടും അത് ഇറാനോട് പറയും. ഇങ്ങനെയുള്ള ഒരു ട്രൈലാറ്ററൽ ടോക്കിൽ ഏറ്റവും കൂടുതൽ ഒരു ലാഫിംഗ് സ്റ്റോക്കായി തീർന്നിട്ടുള്ളത് ഫീൽഡ് മാർഷൽ വാസിം മുനീറാണ്. ആ ഒരു രീതിയിൽ പാകിസ്ഥാന്റെ ഇൻട്രസ്റ്റ്, ഓഫ് കോഴ്സ് ഇതൊരു നല്ലൊരു അഡ്വാൻറ്റേജ് ആയിരുന്നു പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം. എന്തെങ്കിലും ഒരു അഡ്വാൻറ്റേജ് ഇതിനകത്ത് വന്നിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും പാകിസ്ഥാൻ അതിനകത്തൊരു സ്റ്റേ കൊണ്ടായിരുന്നു. പക്ഷേ വികസിക്കുന്നതോറും വലുതാവാനും അല്ലെങ്കിൽ വികസിക്കുന്നതോറും അത് കൂടുതൽ സങ്കീർണമാകാനും സാധ്യതയുള്ള ഒരു യുദ്ധമായിട്ട് മാറുന്നു എന്നാണ്.